ഇന്നലെ തൃശ്ശൂരിൽ പ്രധാനമന്ത്രി എത്തിയിരുന്നു. നാരീ സംഗമത്തിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു സംഘർഷം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസും BJPയും തമ്മിലാണ്. തൃശ്ശൂർ നഗരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു മരം മുറിച്ചിരുന്നു. അതിൽ പരസ്പരമുള്ള വാഗ്വാദം നടക്കുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. പ്രധാനമന്ത്രി എത്തിയ വേദിയിൽ ചാണകവെള്ളം തളിക്കാനായി യൂത്ത് കോൺഗ്രസുകാരെത്തുകയും തുടർന്ന് അത് തടയാൻ BJP പ്രവർത്തകർ ശ്രമിക്കുകയുമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സംഘർഷം ഉടലെടുത്തതെന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ജില്ലാ പ്രസിഡന്റിനെ അടക്കം അനീഷിനെ അടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിടാൻ യുവമോർച്ച പ്രവർത്തകർ, BJP പ്രവർത്തകർ അവിടെയുണ്ട്. പോലീസ് ഇവരെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നു. ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. പോലീസ് സംരക്ഷണം കൊടുക്കാണ്. ഞങ്ങളെ പോലീസ് ആക്രമിച്ച് അവർക്ക് ചാണകവെള്ളം തളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. പോലീസ് ഞങ്ങളോട് പോകുന്ന പോലീസ് പറഞ്ഞു ഞങ്ങളിവിടെ പോയി ഞങ്ങളെ മാറ്റി ഇവിടെ ചാണകവെള്ളം തളിക്കാൻ കേരള പോലീസ് സൗകര്യം ചെയ്തു കൊടുക്കുക. അക്രമികളെ പിടിച്ചു മാറ്റാൻ തയ്യാറാകുന്നില്ല. അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ആ പ്രവർത്തനക്കാരെ ആക്രമിക്കുമ്പോ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് മാറ്റി ഇവിടുത്തെ അക്രമികൾക്ക് ചാണകവെള്ളം തളിക്കാൻ കേരള പോലീസ് സൗകര്യം ചെയ്തു കൊടുക്കാണ്. നിങ്ങൾ നോക്ക്, അക്രമികൾ കാവലിക്കുക. ഈ അക്രമികളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറൊന്നുമില്ല. ഞങ്ങൾ ബുക്ക് ചെയ്ത സ്ഥലം, ഞങ്ങളുടെ പ്രധാനമന്ത്രി പരിപാടി നടത്തിയ സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ഒരു സ്ഥലത്തേക്കും ആക്രമിക്കാൻ പോയിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ അക്രമികൾക്ക് സൗകര്യമൊക്കെ പോലീസ്. നിങ്ങൾ നോക്ക്, നിങ്ങൾ കാണുന്നില്ലേ അക്രമികൾ ഇവിടേക്ക് അതിക്രമിച്ചു കയറിയ. ഈ അക്രമികളെ അറസ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? പ്രധാനമന്ത്രിയുടെ വേദിയിൽ ചാണകവെള്ളം തളിക്കാൻ പോലീസ് സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഞങ്ങൾ പറയുന്ന നിങ്ങൾ നോക്ക്, എന്തുകൊണ്ട് നിങ്ങൾ പോലീസിനോട് എന്തുകൊണ്ട് അക്രമികളെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഒരു സ്ഥലത്തേക്ക് അതിക്രമിച്ചു വന്നാൽ അവരെല്ലാം അറസ്റ്റ് ചെയ്യണം. ഞങ്ങൾ എവിടേക്കെങ്കിലും പോയോ? ഞങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് അതിക്രമിക്കാൻ പോയോ? ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോയിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്താക്കുന്നത്, ഞങ്ങളുടെ വേദിയിലാക്കുന്നത്. ഇങ്ങോട്ട് വന്നവരെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല? ഇതാ ഞങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ കാല് കുത്തിക്കുന്ന പ്രശ്നമില്ല, കാല് കുത്തിക്കില്ല. ഇവിടെ ചാണകവെള്ളം തളിക്കാൻ വന്ന ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് BJP സംഘർഷം, വാക്കേറ്റം അവിടെ തുടരുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. പോലീസിന്റെ സാന്നിധ്യമുണ്ട്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇന്നലെ പരിപാടിയിൽ പങ്കെടുത്ത വേദിയിൽ ചാണകവെള്ളം തളിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയാണ് സംഘർഷത്തിന് ഇടയാക്കിയതെന്ന് മനസ്സിലാകുന്നു. ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് BJP പ്രവർത്തകരുടെ സാന്നിധ്യം അവിടെയുണ്ട്. Police go back!
ഈ മണ്ണിലേക്ക് കടന്നു വന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് തൃശൂർ സന്ദർശനത്തിന്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ പരിപാടിയുടെ ഭാഗമായി ഏറെ വിശ്വാസികൾ ഹിന്ദു വിശ്വാസമായി ചേർന്ന ആത്മഹത്യയുടെ പരിപാടികൾ നിയമം ഞങ്ങൾ പാലിക്കൂ, നിയമം ഞങ്ങൾ പാലിക്കൂ, നിയമം ഞങ്ങൾ പാലിക്കൂ, നിയമം ഞങ്ങൾ പാലിക്കൂ. കാക്കിക്കുള്ളിൽ കോൺഗ്രസ് എങ്കിൽ, കാക്കിക്കുള്ളിൽ കോൺഗ്രസ് എങ്കിൽ, കാക്കിക്കുള്ളിൽ കോൺഗ്രസ് എങ്കിൽ, കാക്കിക്കുള്ളിൽ കോൺഗ്രസ് എങ്കിൽ. നിയമം ഞങ്ങൾ ലംഘിക്കൂ, നിയമം ഞങ്ങൾ ലംഘിക്കൂ, നിയമം ഞങ്ങൾ ലംഘിക്കൂ, നിയമം ഞങ്ങൾ ലംഘിക്കൂ. ബോഡാക്കുള്ളിലെ കോൺഗ്രസ്, ബോഡാക്കുള്ളിലെ കോൺഗ്രസ്, ബോഡാക്കുള്ളിലെ കോൺഗ്രസ്, ബോഡാക്കുള്ളിലെ കോൺഗ്രസ്. ധൈര്യമുണ്ടെങ്കിൽ കയറി വാടാ, ധൈര്യമുണ്ടെങ്കിൽ കയറി വാടാ, ധൈര്യമുണ്ടെങ്കിൽ കയറി വാടാ, ധൈര്യമുണ്ടെങ്കിൽ കയറി വാടാ. കാണിച്ചു തരാം, കാണിച്ചു തരാം, കാണിച്ചു തരാം, കാണിച്ചു തരാം. മോദി സൈന്യം കാണിച്ചു തരാം, മോദി സൈന്യം കാണിച്ചു തരാം. ബിജെപിയുടെ ശക്തി കാണിച്ചു തരാം. സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മളിവിടെ കടന്നു വന്നത്, നമ്മൾ ഈ മണ്ണിലേക്ക് കടന്നു വന്നത്, നമ്മൾ തേക്കിങ്ങോട്ട് മണ്ണിലേക്ക് കടന്നു വന്നത് കേവലം ജനാധിപത്യ രീതിയിൽ മാനിശാല എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വിശ്വാസികളുടെ വിശ്വാസികളുടെ തേക്കിങ്ങാട് മണ്ണിൽ, ശിവന്റെ മണ്ണിൽ, ഈ വടക്കുനാഥിന്റെ മണ്ണിൽ വിശ്വാസികളും മോദി പ്രസംഗിച്ച വേദിക്ക് സമീപമാണ് ഈ സംഘർഷമുണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ആ വേദിയിലേക്ക് എത്തുകയും ചാണകവെള്ളം തളിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്നാണ് BJP പ്രവർത്തകർ അവിടെ എത്തി ഇവരെ തടയാൻ ശ്രമിച്ചത്. തുടർന്ന് പോലീസ് ഇടപെട്ട് ഇരുകൂട്ടരെയും ഇപ്പോൾ തൽക്കാലം മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും സംഘർഷം തരത്തിൽ തുടരുകയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. തൃശ്ശൂരിൽ പ്രധാനമന്ത്രി സംസാരിച്ച വേദിക്ക് സമീപമാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. രീതിയിലുള്ള സമരം സംഘടിപ്പിക്കാൻ വന്നപ്പോൾ അതിനെതിരെ ഈ നാട്ടിലെ ഫാസിസ്റ്റ് രീതികൾ, ഫാസിസ്റ്റ് നയങ്ങൾ കൊണ്ടുനടക്കുന്ന BJP അവരുടെ ഏതാനും ചില പ്രവർത്തകർ വന്നുകൊണ്ട് ആയുധങ്ങൾ എന്തിക്കൊണ്ട്, പട്ടികൾ എന്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും അതുപോലെ തന്നെ KSU പ്രവർത്തകരെയും ആക്രമിക്കുന്ന സാഹചര്യമാണ് വടക്കുനാഥന്റെ ഈ മണ്ണിൽ ഉണ്ടാക്കുന്നത്. ഈ മണ്ണിൽ മഹാത്മാഗാന്ധി മുതൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നിരവധിയായ നേതാക്കന്മാർ, മഹാരഥന്മാരുടെ സാന്നിധ്യം ഈ മണ്ണിലുണ്ടായിട്ടുണ്ട്. ഇവിടെ കേവലം ഏത് നേതാവെന്ന് പ്രസംഗിച്ചാലും, ഏത് നേതാവെന്ന് പരിപാടി, CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ആത്മീയ നേതാക്കന്മാരായിക്കോട്ടെ, അവരൊന്ന് പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ പതിറ്റാണ്ട് പഴക്കമുള്ള വൃക്ഷങ്ങളുടെ ശിഖകൾ മുറിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഹിന്ദുത്വത്തിന്റെ ഹോൾസെയിൽ ഡീലറായ നരേന്ദ്രമോദി മണ്ണിലേക്ക് വന്നപ്പോൾ ഈ ആൽമരം നിരവധി വിശ്വാസികൾ വലം വയ്ക്കുന്ന, നിരവധി വിശ്വാസികൾ വിളക്ക് വയ്ക്കുന്ന ഒരു ആൽമരമാണ്. അതിന്റെ ശിഖകൾ അറുത്തു മാറ്റുന്ന സാഹചര്യമായി ഉണ്ടായത്. ഇതിനെതിരെ ഞങ്ങൾക്ക് പറയാനുള്ള മനുഷ്യരിൽ നിന്ന് സംഘപരിവാർ പ്രകൃതിയിലേക്ക് കൂടി അവരുടെ ഫാസിസം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. ഈ പറയപ്പെടുന്ന പ്രവർത്തകർ ഏത് രീതിയിലാണോ അവരെ ആക്രമിക്കാൻ വന്ന് അതേ രീതി നമ്മളെല്ലാവരും കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻകാലങ്ങളിൽ ഈ ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി, ക്ഷേത്ര വികസനത്തിന്റെ ഭാഗമായി മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടിമാറ്റുന്ന നടപടിയുമായി ക്ഷേത്ര സമിതി മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെ പ്രതിഷേധവുമായി കടന്നു വന്നിരുന്ന ഇന്നത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ അടക്കമുള്ളവരാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു വേദി ഒരുക്കുന്നതിന് വേണ്ടി, അത്തരത്തിലൊരു നിസ്സാര കാര്യത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഭഗവാന്റെ തിരുജട എന്ന് ഞങ്ങൾ ഭക്തരായിട്ടുള്ള ഹിന്ദു മതവിശ്വാസികൾ വിശ്വസിച്ചിരുന്ന വടക്കുനാഥിന്റെ തിരുനട എന്ന് തിരുജടയായി ഞങ്ങൾ വിശ്വസിച്ചിരുന്ന ആൽമരത്തിന്റെ ശിഖരങ്ങൾ വെട്ടിമുറിച്ച് മാറ്റിക്കൊണ്ട് ഉള്ള നടപടിയുമായി മുന്നോട്ട് പോയില്ല. അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധ പരിപാടികളുമായിട്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് ഇവിടെ പ്രതിഷേധമായി കടന്നു വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഇന്ന് നമ്മൾ വർഗീയമായി രാജ്യത്തെ വിഭജിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നിലപാടുകൾക്കെതിരെ ചാണകവെള്ളം തളിച്ചുകൊണ്ട് നരേന്ദ്രമോദി സംസാരിച്ച തൃശ്ശൂരിലെ വേദി ചാണകവെള്ളം തളിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ഉള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. നരേന്ദ്രമോദി വന്നപ്പോൾ എല്ലാ തരത്തിലുമുള്ള ലംഘനം നടത്തിക്കൊണ്ട് ഈ മണ്ണിൽ RSSന്റെ
തൃശ്ശൂരിൽ ഇപ്പോഴും സംഘർഷമുണ്ട്. സ്ഥലല്ലേ അവർക്ക് ഇവിടേക്ക് അതിക്രമിച്ച് കയറിയാൽ അവരെയല്ലേ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടത്? പോലീസിന്റെ നടപടിയുടെ ഏകപക്ഷീയമായ നടപടി ചെയ്യുന്നതാണോ? തീർച്ചയായിട്ടും പോലീസ് അക്രമികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയാണ് വേണ്ടത്. വളരെ കുറച്ച് ആളുകളാണ് വന്നിട്ടുള്ളത്. പോലീസ് എന്തുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റാറ്? പക്ഷേ ഇവിടെ ആദ്യം ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് കടത്തിവിട്ടിരുന്നില്ല, പോലീസ് അവിടെ തടഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം പക്ഷെ പരസ്പരം എന്തുകൊണ്ടാണ് ഇല്ല ഈ കവാടം അതിക്രമിച്ച് കയറിയ സമയത്താണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ കണ്ടല്ലേ, ഈ കവാടം വരെ ഞങ്ങളുടെ കോമ്പൗണ്ടാണ്. ഇതാണ് ഞങ്ങളുടെ കവാടം. ഇതിന്റെ ഉള്ളിൽ അവർ കയറിയ സമയത്താണ് ഞങ്ങൾ തടഞ്ഞത്. ഇതിന്റെ ഉള്ളിൽ വന്നു, നിങ്ങൾ തിരിച്ചു പരിശോധിച്ചോ, ഈ കവാടത്തിന്റെ ഉള്ളിൽ വന്ന സമയത്താണ് ഞങ്ങൾ പ്രതിരോധിച്ചത്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഇതിന്റെ ഉള്ളിൽ തെറ്റില്ല, പുറത്ത് എന്ത് പ്രതിഷേധമോ അത് നടത്താൻ ഞങ്ങൾക്ക് ഒരു വിരോധം അല്ല. വേദി അഴിച്ചു മാറ്റിയാൽ ഞങ്ങളുടെ കൺസേൺ അല്ല, അത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമില്ല. ഇതിപ്പോ ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങൾ വേദി അഴിച്ചു മാറ്റിയിട്ടില്ല. ഞങ്ങളൊക്കെ ഇത് അഴിച്ചു മാറ്റുന്ന മറ്റു കാര്യങ്ങൾ തിരക്കായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്. ആ സമയത്താണ് അതിക്രമിച്ച് ഇങ്ങോട്ട് വരുന്നത്. പോലീസ് അക്രമികളെ അറസ്റ്റ് ചെയ്യല്ലേ വേണ്ടത്? ഒരു പ്രധാനമന്ത്രിയുടെ വേദിയിൽ ചാണകവെള്ളം തളിക്കാൻ പോലീസ് ഒത്താശ ചെയ്യാൻ പാടുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ. അപ്പൊ ഞങ്ങളല്ല, സത്യത്തിൽ പോലീസാണ് അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റേണ്ടത്. ആ പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഈ കവാടം കടന്ന് ഉള്ളിലേക്ക് വരാൻ വേണ്ടി കേസുകാർ ശ്രമിച്ചത്. ആ സമയത്ത് ഞങ്ങൾക്ക് തടയേണ്ടി വന്നു. ഞങ്ങൾക്ക് നേരിട്ട് തടയേണ്ട സാഹചര്യം ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഇത് ട്രസ്പാസ് അല്ലേ? ഞങ്ങളുടെ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറുക എന്ന് പറഞ്ഞാൽ ട്രസ്പാസ് അല്ലേ? നിയമപ്രകാരം കുറ്റല്ലേ? എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോഴും അറസ്റ്റ് ചെയ്യുന്നില്ല. ഈ അലവി എന്ന് പറയുന്ന ഈ പോലീസുകാരൻ പക്ഷപാതപരമാണ്. അദ്ദേഹത്തിന്റെ ഒറ്റ വാശിയാണ് കേസുകാരെ കൊണ്ട് ഇവിടെ ചാണകവെള്ളം തളിപ്പിക്കണം എന്നുള്ളത്. അലവിയുടെ ഒറ്റ വാശിയാണ്. അയാളുടെ വർഗീയതയാണ്. അയാള് തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്യുന്ന ആളാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അയാളുടെ വർഗീയതയാണ്, തീവ്രവാദ സ്വഭാവമാണ്. അയാളാണ് പ്രധാനമന്ത്രിയുടെ, അയാൾക്ക് വ്യക്തിപരമായിട്ട് നരേന്ദ്രമോദിയോടുള്ള ഇഷ്ടക്കുറവാണ്. അയാളുടെ നേതൃത്വത്തിലാണ് ഇവിടെ ചാണകവെള്ളം തളിപ്പിക്കാൻ വേണ്ടി ടി.എം. പ്രതാപനും അലവിയും ചേർന്ന് ഗൂഢാലോചന നടത്തി ഇവിടെ ചാണകവെള്ളം തളിപ്പിക്കാനുള്ള ശ്രമമാണ്. ഇവിടെ ഏതെങ്കിലും കേസുകാരൻ കയറിയാൽ ഞങ്ങളത് 100% ഞങ്ങളത് ജീവകളും ഞങ്ങൾ തടയും. ഇതിന് പറഞ്ഞു വിട്ട ടി.എം. പ്രതാപനെ പുറത്ത് ഞങ്ങൾ ചാണകവെള്ളത്തിൽ ഞങ്ങൾ മുക്കും. പുറത്തിറങ്ങിയ ചാണകവെള്ളത്തിൽ ഞങ്ങൾ മുക്കും. ഇതിന്റെ ഉള്ളിൽ ഏതെങ്കിലും കേസുകാരൻ കയറിയാൽ ടി.എം. പ്രതാപം വിവരം അറിയും. ഒരു കാര്യമില്ല, ചാണകവെള്ളം അവരുടെ കയ്യിൽ മാത്രമല്ല, ഇവിടേക്ക് വന്ന പോലെയല്ല. ഞങ്ങൾ ചെന്നാൽ പ്രതാപന് തൃശ്ശൂര് ചാണകവെള്ളത്തിൽ കുളിപ്പിക്കും ഞങ്ങൾ പ്രതാപനെ. എന്തൊരു അസൂയാണ്. ഇന്ത്യ അസഹിഷ്ണുത ഒരു പ്രധാനമന്ത്രിക്ക് ഒന്ന് പ്രസംഗിക്കാൻ പാടില്ലേ? ഇവിടെ തൃശ്ശൂർ പൂരത്തിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ജനക്കൂട്ടാണ്. അതിലുള്ള അസൂയ, അസഹിഷ്ണുത, അതല്ലാതെ എന്താണ്? ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്? ഇവിടെ എന്ത് പ്രശ്നം? ഒരു ക്രമസമാധാന പ്രശ്നമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ വളരെ സമാധാനപരമായി ഇവിടെ വന്നുപോയി. അവിടെ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്ത് മനഃപൂർവ്വം കലാപുണ്ടാക്കുക. ഇത് പ്രതാപന്റെ അസഹിഷ്ണുത തോൽവി ഉറപ്പിച്ചു. തോൽക്കുമെന്ന് ഉറപ്പായി. അപ്പൊ ഏത് വിധേനയും ഇവിടെ കലാപം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രതാപന് ഗൂഢാലോചനയാണ്. പ്രതാപനും അലവിയും ചേർന്ന് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ്. ഈ DCC ഓഫീസിൽ നിന്ന് ആളുകളെ പറഞ്ഞു വിടുന്നത് വരെ അവരുമായിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഇവരെങ്ങനെ അറിഞ്ഞ് അവര് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്തേണ്ട, അവർക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് എങ്ങനെയാണ് പോലീസ് അറിഞ്ഞത്? ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. പോലീസ് അറിഞ്ഞു. പോലീസ് എന്താ ഞങ്ങൾ അറിയിച്ചില്ലല്ലോ. അപ്പൊ ഈ പോലീസും ഇവരും തമ്മിൽ ഗൂഢാലോചന നടത്തി അവിടെ നിന്ന് ഇറങ്ങുന്നത് മുതൽ ഇവിടെ എത്തുന്നത് വരെ അലവി അവരുമായിട്ട് സമ്പർക്കം പുലർത്തിയിട്ടുണ്ട്. അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് പോരെ, ഞങ്ങൾ കയറാനുള്ള സൗകര്യം ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഒത്താശ നടത്തിയിട്ടാണ് ഇവരെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പ്രധാനമന്ത്രി സംസാരിച്ച വേദിയിൽ അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്ത ബാധ്യത ഞങ്ങളുടെയാണ്. BJP പ്രവർത്തകർ ഞങ്ങളെ ഏറ്റെടുത്തു. പോലീസ് അതിന് തുരങ്കം വെച്ച സമയത്ത്, പോലീസ് പരാജയപ്പെട്ട സമയത്ത് ഞങ്ങളത് ഏറ്റെടുത്തു. അത്രേ ഉള്ളൂ. ഞങ്ങൾ ഈ വേദി അഴിച്ചു മാറ്റിയതിന് മറ്റു പരിപാടികളുമായിട്ട് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രവർത്തകരുണ്ടായിരുന്നു. അവരറിയിച്ച സമയത്ത് ഞാൻ പാർട്ടി ഓഫീസിൽ ഓടി വന്നതാണ്. ഇത് പോലീസും ടി.എം. പ്രതാപനും ചേർന്ന് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ്. ടി.എം. പ്രതാപൻ 100% തോൽക്കുമെന്ന് മനസ്സിലായപ്പോ അദ്ദേഹം ചെയ്യുന്ന നാണം കെട്ട പരിപാടി. ഇവര് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അവിടെ പ്രസംഗിക്കാൻ സാധ്യല്ലേ? ഇവര് ചാണകവെള്ളമായിട്ട് വല്ല പപ്പുവിന്റെ പിങ്കിയുടെ അവിടെ പോയിട്ട് തളിക്കട്ടെ. അല്ലാതെ BJP-കാരന്റെ വേദിയിൽ വന്ന് ഇവിടെ ചാണകവെള്ളം തളിക്കുക എന്നുള്ളത് അത് കോൺഗ്രസ്സുകാരന്റെ വ്യാമോഹമാണ്. ഞങ്ങളൊന്ന് ജീവനോട് കൂടി ഇരിക്കുമ്പോ നടക്കുന്ന പ്രശ്നമില്ല. ചങ്കുറ്റാണെങ്കിൽ
പരസ്പരമുള്ള കയ്യാങ്കളിയും പോർവിളിയും തുടരുകയാണ്. കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ സംഘർഷം തൃശൂരിൽ ഉടലെടുത്തതെന്നാണ് മനസ്സിലാകുന്നത്. പോലീസിനെയാണ് BJP പ്രവർത്തകർ കുറ്റം പറയുന്നത്. പ്രധാനമന്ത്രി സംസാരിച്ച വേദിയിലേക്ക് ചാണകവെള്ളം തളിക്കാനായി ശ്രമിച്ചു കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസ് പ്രവർത്തകർ. അതിന് പോലീസിന്റെ ഒത്താശ ഉണ്ടായിരുന്നു എന്നാണ് ആക്ഷേപം. മറുവശത്ത് പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ വാദം. ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. വി ഗോപാലകൃഷ്ണൻ അടക്കമുള്ള അനീഷ് കുമാർ, അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ അടക്കമുള്ള നേതാക്കളെ ദൃശ്യങ്ങളിൽ കാണാം. കോൺഗ്രസ് പ്രവർത്തകർ അവരെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളും കാണാം. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, KSU സിന്ദാബാദ്, KSU സിന്ദാബാദ്, KSU സിന്ദാബാദ്, KSU സിന്ദാബാദ്. സംഘപരിവാർ തുലയട്ടെ, സംഘപരിവാർ തുലയട്ടെ, സംഘപരിവാർ തുലയട്ടെ, സംഘപരിവാർ തുലയട്ടെ. ആരാണ്ട് 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 വിടരുത് RSS, ആരാണ്ട് വിടരുത് RSS, ആരാണ്ട് വിടരുത് RSS, ആരാണ്ട് വിടരുത് RSS. ആരായാലും വേണ്ടിയില്ല, ആരായാലും വേണ്ടിയില്ല, ആരായാലും വേണ്ടിയില്ല, ആരായാലും വേണ്ടിയില്ല, എവരായാലും വേണ്ടിയില്ല, എവരായാലും വേണ്ടിയില്ല, എവരായാലും വേണ്ടിയില്ല, എവരായാലും വേണ്ടിയില്ല. സംരക്ഷിക്കും, 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 സംരക്ഷിക്കും. ഇന്ത്യ രാജ്യം സംരക്ഷിക്കും, ഇന്ത്യ രാജ്യം സംരക്ഷിക്കും, ഇന്ത്യ രാജ്യം സംരക്ഷിക്കും, ഇന്ത്യ രാജ്യം സംരക്ഷിക്കും. മതേതരത്വം സംരക്ഷിക്കും, മതേതരത്വം സംരക്ഷിക്കും, മതേതരത്വം സംരക്ഷിക്കും, മതേതരത്വം സംരക്ഷിക്കും. ജനാധിപത്യം സംരക്ഷിക്കും, ജനാധിപത്യം സംരക്ഷിക്കും. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, KSU സിന്ദാബാദ്, KSU സിന്ദാബാദ്. പോരാട്ടം ഇത് പോരാട്ടം, പോരാട്ടം ഇത് പോരാട്ടം, പോരാട്ടം ഇത് പോരാട്ടം, പോരാട്ടം ഇത് പോരാട്ടം. നാടിനു വേണ്ടി പോരാട്ടം, നാടിനു വേണ്ടി പോരാട്ടം, നാടിനു വേണ്ടി പോരാട്ടം, നാടിനു വേണ്ടി പോരാട്ടം. തൃശൂരിൽ പ്രധാനമന്ത്രി ഇന്നലെ സംസാരിച്ച വേദിക്കരികിലാണ് BJP കോൺഗ്രസ് പ്രവർത്തകർ പരസ്പരം പോരടിക്കുന്നത്. ഇപ്പോഴും ആ സംഘർഷം തുടരുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. വലിയ പോലീസിന്റെ സന്നാഹം അവിടെയുണ്ട്. പ്രവർത്തകരെ ഇവർ ഇടപെട്ട് തടഞ്ഞിരിക്കുകയാണ് പരസ്പരം ഏറ്റുമുട്ടുന്നതിൽ നിന്ന്. ഒരു 10 പേരെ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റാത്ത ഞങ്ങൾ ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് കിടന്ന് ഞങ്ങളെ കയറാനാണ് നിങ്ങൾക്ക് താല്പര്യം.
പ്രധാനമന്ത്രി ഇന്നലെ പങ്കെടുത്ത വേദിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ എത്തി ചാണകവെള്ളം തളിക്കാൻ ശ്രമിച്ചു. തുടർന്ന് അത് തടയാനായി BJP പ്രവർത്തകർ എത്തി. പോലീസും വളരെ വേഗം തന്നെ സ്ഥലത്തെത്തി ഇരുവരെയും പിന്തിരിപ്പിച്ചു. പക്ഷേ ഇരുവരും പ്രതിഷേധത്തിലാണ്. തങ്ങൾക്ക് ജനാധിപത്യപരമായി പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് കോൺഗ്രസ് അവകാശപ്പെടുമ്പോൾ TN പ്രതാപൻ MPക്കെതിരെയാണ് BJP നേതാക്കളടക്കം സംസാരിക്കുന്നത്. പ്രതാപൻ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി അവമാനിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നു. ഒപ്പം BJP കോൺഗ്രസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ തടയാൻ, നീക്കം ചെയ്യാൻ പോലീസ് ശ്രമിക്കുന്നില്ല എന്ന ആക്ഷേപവും ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും അവിടെ പ്രവർത്തകർ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുന്നു. ഇരുകൂട്ടരും പിരിഞ്ഞുപോയിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് ജീപ്പിനുള്ളിൽ കയറ്റാൻ ശ്രമിക്കുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട്. പോലീസുമായി ഉന്തും തള്ളും നടക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. Come here!
കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയെന്നാണ് മനസ്സിലാകുന്നത്. തുടർന്ന് BJP പ്രവർത്തകരും സംഭവ സ്ഥലത്ത് നിന്ന് പിരിഞ്ഞു പോയേക്കാം. കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്ത് മാറ്റും വരെ തങ്ങൾ അവിടെ തുടരുമെന്നാണ് BJP നേതാക്കളും പ്രവർത്തകരും അടക്കം വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും വളരെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിന് ഇപ്പോൾ ശമനമുണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. പോലീസ് ഇടപെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ സംയമനപൂർവ്വമായ ഇടപെടലുണ്ടായി. പ്രവർത്തകർ ഇപ്പോൾ അവിടെ ഇപ്പോഴുമുണ്ട്. പ്രവർത്തകർ പിരിഞ്ഞു പോകാനുള്ള ശ്രമത്തിലാണ്. നേരത്തെ BJP നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളും സംസാരിച്ചിരുന്നു. അവർ ആ വാക്കുകളിലേക്ക്. ഞങ്ങളോട് പോകുന്ന പോലീസ് പറഞ്ഞു, ഞങ്ങളിവിടെ പോയി ഞങ്ങളെ മാറ്റി ഇവിടെ ചാണകവെള്ളം കളിക്കാൻ കേരള പോലീസ് സൗകര്യം ചെയ്തു കൊടുക്കുക. അക്രമികളെ പിടിച്ചു മാറ്റാൻ തയ്യാറാവുന്നില്ല, അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങളെ പ്രവർത്തകരെ ആക്രമിക്കുമ്പോ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് മാറ്റി ഇവിടുത്തെ അക്രമികൾക്ക് ചാണകവെള്ളം തളിക്കാൻ കേരള പോലീസ് സൗകര്യം ചെയ്ത് കൊടുക്കാണ്. നിങ്ങൾ നോക്ക്, അക്രമികൾ കാവലിക്കുക. ഈ അക്രമികളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറൊന്നുമില്ല. ഞങ്ങൾ ബുക്ക് ചെയ്ത സ്ഥലം, ഞങ്ങളുടെ പ്രധാനമന്ത്രി പരിപാടി നടത്തിയ സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ഒരു സ്ഥലത്തേക്കും ആക്രമിക്കാൻ പോയിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ അക്രമികൾക്ക് സൗകര്യമൊക്കെ പോലീസ്. നിങ്ങൾ നോക്ക്, നിങ്ങൾ കാണുന്നില്ലേ അക്രമികൾ ഇവിടേക്ക് അതിക്രമിച്ചു കയറിയ. ഈ അക്രമികളെ അറസ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? പ്രധാനമന്ത്രിയുടെ വേദിയിൽ ചാണകവെള്ളം തളിക്കാൻ പോലീസ് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ നോക്ക്. എന്തുകൊണ്ട് നിങ്ങൾ പോലീസിലൂടെ എന്തുകൊണ്ട് അക്രമികളെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ എവിടേക്കെങ്കിലും പോയോ? ഞങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് അതിക്രമിക്കാൻ പോയോ? ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോയിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്താക്കുന്നത്, ഞങ്ങളുടെ വേദിയിലാക്കുന്നത്. ഇങ്ങോട്ട് വന്നവരെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല? ഇതാ ഞങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ കാല് കുത്തിക്കുന്ന പ്രശ്നമില്ല, കാല് കുത്തിക്കില്ല. ഇവിടെ ചാണകവെള്ളം തളിക്കാൻ വന്ന ചാണകവെള്ളത്തിൽ കുളിപ്പിക്കും ഞങ്ങൾ പ്രധാനെ. എന്തൊരു അസൂയാണ്. ഇന്ത്യ അസഹിഷ്ണുത ഒരു പ്രധാനമന്ത്രിക്ക് ഒന്ന് പ്രസംഗിക്കാൻ പാടില്ലേ? ഇവിടെ തൃശ്ശൂർ പൂരത്തിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ജനക്കൂട്ടാണ്. അതിലുള്ള അസൂയ, അസഹിഷ്ണുത, അതല്ലാതെ എന്താണ്? ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്? ഒരു ക്രമസമാധാന പ്രശ്നമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ വളരെ സമാധാനപരമായി ഇവിടെ വന്നുപോയി. അവിടെ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്ത് മനഃപൂർവ്വം കലാപുണ്ടാക്കുക. ഇത് പ്രതാപന്റെ അസഹിഷ്ണുത തോൽവി ഉറപ്പിച്ചു. തോൽക്കുമെന്ന് ഉറപ്പായി. അപ്പൊ ഏത് വിധേനയും ഇവിടെ കലാപം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രതാപന് ഗൂഢാലോചനയാണ്. പ്രതാപനും അലവിയും ചേർന്ന് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ്. BJP നേതാക്കൾ ഈ തരത്തിൽ പറഞ്ഞു വെക്കുന്നത് പ്രധാനമന്ത്രിയുടെ വേദിക്കരികെ ചാണകവെള്ളം തളിക്കുന്നത് പ്രധാനമന്ത്രിയെ അപമാനിക്കലാണ്. അത് തങ്ങൾ അനുവദിക്കില്ല. അത്തരത്തിൽ ഒരു നിലപാടുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോ കോൺഗ്രസ്സുകാരോ മുന്നോട്ട് പോയാൽ തൃശ്ശൂർ ടൗണിൽ ഇറങ്ങി നടക്കാൻ TN പ്രതാപനെ അനുവദിക്കില്ല എന്നുള്ളതാണ്. അത്തരത്തിലൊരു പരസ്പരം വാദമുഖങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി എന്നാണ് മനസ്സിലാകുന്നത്. BJP പ്രവർത്തകരും അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. പക്ഷേ പോലീസിന്റെ സാന്നിധ്യം ആ പ്രദേശത്ത് കാര്യമായി തന്നെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നു.